മലയാളികളും കുടകരും സംയുക്തമായി നടത്തുന്ന ശ്രീ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഊട്ടുമഹോത്സവം ജനുവരി 13 മുതൽ 26 വരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഉളിക്കലിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കേ മലബാറിലെ ചരിത്രപ്രസിദ്ധവും ഗൗരീശങ്കരന്മാർ സ്വയംഭൂ ചൈതന്യമായി നിലകൊള്ളുന്ന അതിവിശിഷ്ടമായതുമായ ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം മലയാളികളും കുടക് ദേശവാസികളും സംയുക്തമായി ആഘോഷിച്ചു വരുന്നതാണ്. ഈ വർഷത്തെ ഊട്ടുമഹോത്സവം ക്ഷേത്ര അടിയന്തരങ്ങൾക്ക് പുറമെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ ജനുവരി 13 മുതൽ 26 വരെ പൂർവാധികം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ ഉളിക്കലിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഊട്ടുമഹോത്സവം 2025 ജനുവരി 13 കുഴിയടുപ്പിൽ തീയിടലോടുകൂടി ആരംഭിക്കുകയാണ്. 13 മുതൽ 26 വരെ നടക്കുന്ന ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം ഈ വർഷവും വളരെ ഭംഗിയായി ഗംഭീരമായി തന്നെ നടത്തുന്നതിന് വേണ്ടി ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിവിധ കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായി അരങ്ങേറുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ മകരം 1 ജനുവരി 15 ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ്. അതിനുശേഷം എല്ലാ ദിവസവും പ്രാദേശിക പരിപാടികളും അതുപോലെ തന്നെ പ്രൊഫഷണൽ പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മകരം 8 ജനുവരി 22 തീയതി ബഹുമാനപ്പെട്ട കർണാടക ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാമലിംഗ റെഡ്ഡി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ആ സമ്മേളനത്തിൽ വിരാജപ്പെട്ട MLA AS പൊന്നണ്ണ, നമ്മുടെ ഇരിക്കൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സജി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുര്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി തുടങ്ങിയ നിരവധി നേതാക്കളും പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിക്ക് ശേഷമാണ് കാഞ്ഞിരപ്പള്ളി അമല അവതരിപ്പിക്കുന്ന ഗാനമേള നടക്കുന്നത്. അതുപോലെ തന്നെ പല കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മകരം 10 ജനുവരി 24 തീയതി വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന താലപ്പൊലി ഘോഷയാത്ര ഉളിക്കൽ ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ സംഗമിക്കുകയും അവിടെ നിന്ന് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതാണ്. വിവിധ കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉൾപ്പെടെയുള്ള പ്രൗഢഗംഭീരമായ താലപ്പൊലി ഘോഷയാത്രയാണ് പുറപ്പെടാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ ആഘോഷ കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മറ്റ് ക്ഷേത്രത്തെ അപേക്ഷിച്ച് വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്. കേരളീയർ മാത്രമല്ല, കുടക് നിവാസികളും മലയാളികളും ഒത്തൊരുമിച്ചുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ നല്ല രീതിയിൽ തന്നെ ഈ ഊട്ടുമഹോത്സവം എല്ലാ വർഷവും കൊണ്ടാടുന്നുണ്ട്. ഭാഷയുടെ, ദേശത്തിൻ്റെ, വേഷത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ ആണ് ഈ ഊട്ടുത്സവം നടത്തിക്കൊണ്ടുവരുന്നത്. ഈ വർഷവും അതുപോലെ തന്നെ വളരെ ഗംഭീരമായി തന്നെ നടത്താൻ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഒരു ദേശീയ ഉത്സവമായാണ് ഈ നാട്ടിലെ ആളുകളൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. എല്ലാ വിഭാഗം ആളുകളും ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ ഉത്സവത്തെ നോക്കിക്കാണുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ആഘോഷ കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷവും അത്തരത്തിലുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരോടും ഇത് സഹകരിക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഉത്സവാരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി 13 രാത്രി 7:30 തിരുവത്താഴം, അരിയളവ്, കുഴിയടുപ്പിൽ തീയിടൽ എന്നിവ നടക്കും. ജനുവരി 14 വിശേഷ നിവേദ്യങ്ങൾ, സംക്രമപൂജ. ജനുവരി 15 ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, നിവേദ്യങ്ങൾ. ജനുവരി 22 കുടക് പുകേരമനക്കാരുടെ അരിയളവ്, തായമ്പക, കുടകരുടെ പാട്ട്, വലിയ തിരുവത്താഴം, അരിയളവ് എന്നിവ നടക്കും. ജനുവരി 23 കുടക് ദേശവാസികളുടെ അരിയളവ്, കാളകളെ തൊഴിയിക്കൽ, ഹരിജനങ്ങളുടെ കാഴ്ചവരവ് എന്നിവയുണ്ടാകും. തുടർന്ന് കളമെഴുത്തും പാട്ടും നാളികേരം ഉടയ്ക്കലും നടക്കും. കൂടാതെ വിവിധ ദിവസങ്ങളിലായി കരോക്കെ, ഭക്തിഗാനമേള, ആധ്യാത്മിക പ്രഭാഷണം, തിരുവാതിര, കുരുന്നുകളുടെ കലാസന്ധ്യ, നൃത്തശില്പം, അധീന നാടക, നാട്ടറിവ് വീട് അവതരിപ്പിക്കുന്ന നാട്ടുമൊഴി, നാടൻ പാട്ടുമേള, നൃത്തസന്ധ്യ, കൈകുട്ടിക്കളി, ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, ഗാനമേള, മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ്, നൃത്തസംഗീത നാടകം, രുദ്രപ്രജാപതി എന്നിവ അരങ്ങേറും. ജനുവരി 22 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കർണാടക ദേവസ്വം മന്ത്രി രാമലിംഗ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. കുടക് MLA AS പൊന്നണ്ണ, ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജി ജോസഫ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ജനുവരി 15 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഡോക്ടർ MB ചന്ദ്രാംഗതൻ നിർവഹിക്കും. സമാപന ദിവസമായ ജനുവരി 24 വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ഉളിക്കലിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് B ദിവാകരൻ, സെക്രട്ടറി KV ഗോപാലൻ, ഭാരവാഹികളായ അനീഷ് കോളിത്തട്ട്, ബിനു പുതുശ്ശേരി, മനോജ് മാസ്റ്റർ, സുജീഷ് വൈത്തൂർ, ബാബു തെനിശ്ശേരി, MN സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. വളരെ ഭംഗിയായ രീതിയിൽ നടത്തുവാൻ തന്നെ കാലയെക്കൂട്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ കലാപരിപാടികളും അതേപോലെ ക്ഷേത്രത്തിനകത്തെ പരിപാടികളും ഒക്കെ
നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഈ ആഘോഷ കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. When you dream, it's okay, let him go. You're happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey, Smile. how's it? This is fine. വീട് റെഡി. ആഹാ എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.